അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഇവിടുന്ന് പോവാണ്, ട്രിവാൻഡ്രത്തുനിന്ന് പോവാണ്. നാളെ പാലക്കാടത്തെ പരിപാടി, അതായത് പാലക്കാടിലെ ഏറ്റവും അവസാനത്തെ പരിപാടി, അത് കഴിഞ്ഞ് കളിയേട്ടകാവിലെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇവിടെ സമയം കറക്റ്റിപ്പം 8:50 8:50 ട്രെയിന്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള ടൈം ഇപ്പോൾ തന്നെ ലേറ്റായി. നമ്മൾ ഇറങ്ങുവാണ്. ഇന്ന് നമ്മൾ എന്നെ കൊണ്ടാകണമെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും എൻ്റെ വീഡിയോസിലെ കണ്ടാണ്. ദിശ്യൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ ഡിഗ്രി ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവരാണ് നമ്മളെ കൊണ്ടാക്കാൻ വരുന്നത്. നമുക്ക് നേരെ അപ്പം അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ അതിൻ്റെ വ്ളോഗിലും കാണണം. ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, നമുക്ക് നേരെ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നേരെ പോവാം. അവിടെ നല്ല ആളാണ്. ട്രെയിൻ വരേണ്ട സമയം എത്തിയില്ല. ട്രെയിൻ ഇത്ര കുറച്ച് ലേറ്റ്. നമ്മൾ ട്രെയിൻ കിട്ടത്തില്ലേ? അതാണ് ഏറ്റവും ഫ്രണ്ട്ലി ഗുവാറിലേക്ക്. അങ്ങനെ നമ്മൾ പ്രദേശത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് സമയം 5 മണിയായി. ആലപ്പുഴയിൽ നമ്മളൊരു പയ്യുണ്ട്. പയ്യ അവിടെ നിന്ന് എവിടുന്നോ ബാക്കിൽ നിന്ന് വരുന്നെന്നാ പറഞ്ഞേ. നമുക്ക് പോയി നോക്കാം. ആള് മാവേലിക്കരയെന്നാ കയറിയ. അബി ബ്രോ എപ്പം കയറിയായിരുന്നു അവിടെ നിന്ന്? ഞാൻ 7 മണിക്ക്. ഇതാണ് നമ്മളെ പയ്യൻ അബി GSK. പുള്ളി ആലപ്പുഴക്കാരനാണ്. ഞാനും പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ കുറച്ച് ലോങ് നിന്ന് വരുന്നത്. ബാക്കി എല്ലാവരും മലപ്പുറം അവിടെ തന്നെ ഉള്ളതാണ്. നമുക്ക് നേരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഒരു 6 മണി 6:30 ആകുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുന്നത്. ഇവിടെ നല്ല വെട്ടക്കുറവുണ്ട്. നമ്മൾ പാലക്കാട് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് പരിപാടി, GSK ലാസ്റ്റ് പരിപാടി. യെസ്, പാലക്കാട്. നമുക്കിവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. കുറച്ച് ടയേർഡാണ്. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് റെഡിയൊക്കെ ആയിട്ട് വേണം നമുക്ക് ഇവിടെ പോകാൻ. ഒരു 6 മണി 6:15 ആകുമ്പോൾ പോവാം. അപ്പോഴായിരിക്കും ഓട്ടോയും അതുപോലെ തന്നെ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ തരാം. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റെസ്റ്റ് റൂമിൽ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് റെഡിയായി. നമ്മൾ നേരെ നമ്മളെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവല്ലേ? ഇപ്പോൾ നേരെ ആള് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ നമ്മളിന്ന് അത്ര നേരം അവിടെ ഇരിക്കേണ്ടി വന്നേനെ. നമ്മളിന്ന് നേരെ വണ്ടി കയറിയിട്ട് നേരെ നമ്മളെ റൂമിലോട്ട് പോവാം. ഇവിടുന്ന് നേരെ വളാഞ്ചേരി നേരെ വലിയ പോയി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നല്ല മഴക്കോളുണ്ട്. നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. മച്ചാനെ ഫുഡ് കൊള്ളാവോ? ഓക്കെ ഇല്ലേ? പൊറോട്ട, വെജിറ്റബിൾ കുറുമ, എഗ് റോസ്റ്റ്, പൊറോട്ട, വടയും കൂടെ പറഞ്ഞിട്ടുണ്ട്. വട ഇപ്പോൾ വരും. ഓക്കെ. പക്ഷെ വലിയ പൊറോട്ടയാണ്. കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ വളാഞ്ചേരി പോവുകയാണ്. നല്ല മഴക്കോളുണ്ട് ഇവിടെ. ഇവിടെ വന്നപ്പോൾ നമ്മൾ 2 ഫോളോവർ പയ്യന്മാരെ കണ്ട് വെറുതെ ഫോട്ടോ ഒക്കെ ഇട്ട് നമ്മളവിടെ. അച്ഛാനും ഒരു ഹായ് പറ. യൂട്യൂബിലെ വീഡിയോ ആണ് കേട്ടോ. ഓക്കെ. വേറെന്താ? ആദിൽ. ഓക്കെ. വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഓക്കെ. അങ്ങനെ നമ്മൾ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മളെ ബസ്, GSKയുടെ ബസ്. നേരത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാം. ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് നമ്മളെ ബസ് കണ്ട. അബി GSK ഇതാ വരുന്നു. നമ്മളിതാ റൂമിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ടീമിൻ്റെ ക്വാർട്ടേഴ്സ്.
ഈ മോളിൽ കാണുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇവിടെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ഡ്രമ്മൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇനി കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഗായ്സ്, അങ്ങനെ നമുക്ക് പോകാൻ വേണ്ടി ടൈമായി. ഞാനും റെഡിയായി. ഇതാ പയ്യന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരുമായിട്ട് വണ്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ബ്രോ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇതാണ് നമ്മുടെ വിജിത് കൃഷ്ണ, സീനിയറാണ് ഇതിലെ. ഇത് നമ്മളെ കിരാതൻ, ഇത് കൊത്തൾ. ബൈ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കയറി. ഇനി കുറച്ച് പയ്യന്മാരോടെ കയറാനുള്ളൂ. അവിടെയൊക്കെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. നമ്മൾ ഡ്രസ്സൊക്കെ മാറി. ഒരു സ്ലീവ്ലെസ് റെഡും ഒരു ട്രാക്ക് സൂട്ടും ഇട്ടു. പിന്നെ കൊണ്ടുള്ള ജേഴ്സി എല്ലാം ബാഗിലുണ്ട്. എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും അവിടെ എത്തുന്നത്. പാലക്കാടാണ് സ്ഥലത്ത്. ഓ, പൊളിക്കല്ലേ പെന്ന്. ഇതാണ് നമ്മുടെ കോട്ടണ്ടി എന്ന് പറയില്ലേ, നമ്മളെ പൂജ. നമ്മളെ പോയിട്ട് വരാം. ഓക്കെ. ഇതാണ് നമ്മുടെ ബസ്. ബ്രോ, എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. പുള്ളി കുറച്ച് ഷൈ ആണ് ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ വരാൻ. തൃശ്ശൂർ കടി. സുഖം സുഖം. അടുത്താണ് നമ്മുടെ ഹലോ ഗായ്സ്. ബ്രോ, ഇന്നത്തെ പരിപാടിയെ കുറിച്ച് എന്താണ് കൊത്തൽ പറയാനുള്ളത്? കൊത്തൽ, ഇന്നത്തെ പരിപാടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? വട്ടി കയറി പോറക്കായ ബ്രോ, ഇന്നത്തെ പരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പൂസന്റെ പൂസ് ആരെ കിട്ടിയാലും പൂസ്. ഓക്കെ, അപ്പൊ ഞാൻ പ്രോഗ്രാമിൽ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരത്തില്ല എന്തായാലും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പാലക്കാടത്തെ ലാസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പാലക്കാടത്തെ ലാസ്റ്റ് പ്രോഗ്രാമാണ്. ഓക്കെ ഓക്കെ, ഒരു ഉച്ചയ്ക്ക് ശേഷം ഞാൻ വരും. ഓക്കെ ഏട്ടാ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് അടിപൊളി വീഡിയോ എടുക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇന്ന് പാലക്കാടേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് കാണാം. ഓക്കെ, ശരി ഏട്ടാ, ശരി. പോയിട്ട് വരാം ഏട്ടാ. ഗൈസ്, അങ്ങനെ നമ്മൾ പ്രോഗ്രാം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഹായ് മച്ചാനെ, സുഖല്ലേ? ഹായ്. അല്ല, നമ്മളിവിടുത്തെ കമ്മിറ്റിയിലെ പയ്യന്മാരാണ്. മച്ചാനെ, ഒരു ഹായ് പറയും. ഒന്നും പരിപാടിയൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേന്ന്. ഓക്കെ, ഡ്രമ്മൊക്കെ എടുക്കാൻ വേണ്ടി പയ്യന്മാര് മുകളിൽ കയറിയിട്ടുണ്ട്. ഡ്രമ്മൊക്കെ ആദ്യം ഇറക്കാം. അച്ഛനെ ആദ്യം ഡ്രമ്മൊക്കെ ഒന്ന് ഇറക്കിയിട്ട് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പ്രോഗ്രാം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അറിയിപ്പ് അടിക്കാൻ വേണ്ടി പോവാണ്. കുറേ ഡ്രമ്മൊക്കെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി. കമ്മിറ്റിയിൽ നമ്മളൊരു പയ്യുണ്ട് ഇവിടെ. അപ്പോൾ നേരെ നമുക്ക് പോയി ചൂടാക്കാം. അത്യാവശ്യം നല്ല ചൂടാണ്, എന്നാലും കുഴപ്പമില്ല. സൺസ്ക്രീനൊക്കെ അടിച്ച് നമ്മൾ റെഡി ആയിട്ടാണ് വന്നേക്കുന്നത്. അല്ലേ ബ്രോ? അപ്പോൾ നേരെ അങ്ങോട്ട് പോകാല്ലേ? പാലക്കാടിലെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ്. ആദ്യം പോയി ഡ്രമ്മൊക്കെ നമുക്ക് ചൂടാക്കിയിട്ട് വരാം. നമ്മൾ ഡ്രമ്മെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യന്മാരുടെ ഇവിടെ ഉണ്ട്. ഇന്നലേട്ടൻ, ഇതിഞ്ഞാട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ വ്ളോഗാണ്. സുന്ദരേട്ടാ, സുന്ദരേട്ടൻ, നമ്മളെ യൂട്യൂബിലെ വ്ളോഗാണ്. എന്തായാലും 2 വാക്കൊക്കെ പറയണം. ഇതാണ് എൻ്റെ മാസ്റ്റർ, ഡ്രം മാസ്റ്ററാണ്. പറയൂ, എന്തെങ്കിലുമൊക്കെ പറയൂ ബ്രോ. കളിയാക്കട്ടങ്ങളൊക്കെ. പക്ഷെ കളിയാക്കണല്ല, ഇതാണ് നമ്മുടെ GSKയുടെ പ്രമാണിയാണ്, ആശയുടെ മെയിൻ പ്രമാണിയാണ്. ബ്രോ, എന്തൊക്കെയുണ്ട് പിന്നെ വേറെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? നല്ല വിശേഷമാണ്, നന്നായിട്ട് പോകുന്നത്. ഹായ് അൽബിയ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. പൊളി. ചൂടെങ്ങനെ ഉണ്ട് അതിലോട്ട്? ഇവിടുത്തെ നല്ല ക്ലൈമറ്റ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും നല്ല ക്ലൈമറ്റ്.
ഹായ്. പൊളിക്കും. ഓക്കെ, പൊളിക്കും. അവിടെ എല്ലാം പയ്യന്മാരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രോ, നമ്മളെന്താ പാലക്കാടത്തെ സ്ഥലത്തെ പരിപാടിയാണ് അല്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു 3:30 ആകുമ്പോൾ സെറ്റ് ചെയ്യാം. സെറ്റല്ലേ? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ജേഴ്സി ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടീമിന്റെ ജേഴ്സി കിട്ടും. എല്ലാവരും വരുന്നു. കുറേ പേരൊക്കെ ഡ്രമ്മിൻ്റെ അവിടെ പോയി. ഇത് നേരെ പോയി പരിപാടിക്ക് ഇറങ്ങാനുള്ള റെഡിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരെ അപ്പം അങ്ങോട്ട് പോവാം. അപ്പം പയ്യന്മാരും ചെക്കന്മാരൊക്കെ നിൽപ്പുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അജുബ്രോ നേരത്തെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അജുബ്രോ ഇവിടെ തന്നെ ഉണ്ട്. അജുബ്രോനോടൊന്ന് ചോദിക്കാം. ഓക്കെ, അജുബ്രോ എല്ലാം സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രോനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഇന്ന് പാലക്കാടത്തെ നമുക്ക് ലാസ്റ്റ് പരിപാടിയാണ്. അപ്പം ഇന്ന് നമ്മൾ പരിപാടി ഒരുപാട് വീഡിയോസ് നമുക്ക് എടുക്കണം, ഒരുപാട് പോസ്റ്റ് ഇടണം. ഓക്കെ, ശരി. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തുതരാം. ഓക്കെ, എന്താ ബ്രോ, നമ്മളൊന്ന് പൊളിക്കല്ലേ? ഓക്കെ.
എല്ലാം നമ്മളെ പയ്യന്മാരാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫോളോസും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവർ തിരക്ക് കൂട്ടുമായിരുന്നു നമ്മളോട്ട് ഫോട്ടോ എടുക്കാനായിട്ട്. അവരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവരെ ഫ്രണ്ട്സ് ആയാലും അവരെ ചേച്ചിമാർ, അനിയന്മാർ, ചേട്ടന്മാർ എല്ലാവരും ഒരു ഫാമിലിയായിട്ടൊക്കെ വന്ന് ഫോട്ടോ എടുത്തു. അതിനുശേഷം ചെക്കന്മാരും വന്ന് കുറേ ഫോട്ടോ എടുത്തു. ഞങ്ങളെ കമ്മിറ്റി തന്നെ ഉള്ള ചെക്കന്മാരാണ് അവരെല്ലാവരും. അങ്ങനെ അവരുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കൂ. അതൊക്കെയായിരുന്നു ആ ടൈമിൽ നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. കലാശമൊക്കെ അടിച്ചു കഴിഞ്ഞു. മച്ചാനെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് അവര് തന്നെ പറയുന്നത് സൂപ്പറാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം കാണാൻ മച്ചാനെ. വേറെ സംഭവം ടീം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ വീഡിയോ പോയി എടുക്കാം. KKC ടീമാണ് പറഞ്ഞത്. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ കുറെ ടീമിനെ കാണാൻ പറ്റി, നമ്മളെ കുറെ ഫോളോവേഴ്സിനെ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നില്ലേ? എന്തായാലും നമ്മൾ റെസ്റ്റ് എടുത്ത് നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കുടിച്ച് ടക്കനെ തന്നെ തിരിച്ചു പോകണം. കാര്യം ട്രമ്മൊക്കെ അവിടെ വണ്ടി വരുന്നേ ഉള്ളൂ. അപ്പൊ കിട്ടിയ ഗ്യാപ്പിൽ പോകുന്ന എല്ലാരെയും കാണാൻ വേണ്ടി നമുക്ക് നേരെ പോയി ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് വരാം. രണ്ട് ഫോളോവേഴ്സിനെ ഇൻസ്റ്റാഗ്രാമിൽ 2 ഫോളോവേഴ്സിനെ കിട്ടിയാണ്. മച്ചാന്റെ പേരെന്താ? നകുലൻ. അടിപൊളി പേര്. മച്ചാന്റെയാ? ഗൗതം. ഓക്കെ ഓക്കെ. കാണാം കേട്ടോ. വീഡിയോസ് ഒക്കെ സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ. ഓക്കെ ഓക്കെ. പോട്ടെ. ബൈ. നമുക്ക് മെയിനായിട്ട് പറഞ്ഞ പയ്യന്മാരുടെ സപ്പോർട്ടാണ് അല്ലേ? അവരുടെ സ്നേഹം. പിന്നെ മച്ചാൻ ഇവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. പാട്ടൊക്കെ പാടി. പിന്നെ ഈ ഫ്ലൂറസെന്റ് ഹെയർ കോണൊക്കെ അടിച്ചിട്ടുകൊണ്ട് പെട്ടെന്ന് അവർ കണ്ടുപിടിക്കുന്നതാണ്. അതിന് കുഴപ്പമില്ല, നമുക്കൊരു സന്തോഷം. നമുക്ക് അതന്നെ പന്തല് കാണാൻ LED വാൾ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ
പ്രോഗ്രാം ചെയ്ത് വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് കാണാൻ പറ്റിയില്ല. റൊണാൾഡോയുടെയും മെസ്സിയുടെയും നെയ്മറിൻ്റെ ഒക്കെ ഇട്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്തെ പോലെയല്ല, ഇവിടെ ഉത്സവങ്ങളും കാര്യങ്ങളെല്ലാം ഹായ് ഇവിടെ നല്ല കൂടുതലാണ് പരിപാടികളൊക്കെ. അതാണ് മെയിനായിട്ട് നമ്മൾ റോഡിലായിരുന്നു മുന്നേക്കെ, ഇപ്രാവശ്യം സൈഡിലേക്കായി പോയി. ഈ സൈഡിൽ മൊത്തം കടകളാണ്. ഇത് നേരെ അമ്പലത്തിലോട്ട് പോണ വഴി. നമുക്ക് നേരെ ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് തിരിച്ചു പോവാല്ലേ? ഓക്കെ വായ ഇവിടെ പോവാം. നമുക്കിനി ഇങ്ങനെ നേരെ പോലെ. അതെ, ഇങ്ങനെ ഇവിടെ അത്യാവശ്യം ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാ ഇവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു. ചേട്ടാ സുഖമല്ലേ? നമ്മളെ യൂട്യൂബ് ചാനലാണ്. ചേട്ടൻ്റെ പേരെന്താ? ഉദയൻ. ഓക്കെ. കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ ചേട്ടന് ഹാപ്പിയാണ്, അപ്പൊ നമ്മളും ഹാപ്പിയാണ്. നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ്. പേരെന്താ? എന്താ പഠിക്കുന്നത് നിങ്ങള്? ഓക്കെ എല്ലാരും കോളേജ് മെസ്സേജ് അയക്കണ്ട. സന്തോഷം, എല്ലാവരും കണ്ടല്ലേ വളരെ. ഓ എല്ലാവർക്കും എങ്ങനെ നോക്കല്ലേ? എല്ലാം നമ്മളെ ഫോളോവേഴ്സ് പിള്ളേരാണ്. അതെ, വളരെ കണ്ടുമുട്ടിയത് വളരെ സന്തോഷം. ഫോട്ടോ എടുക്കാം. നമ്മൾ കുറെ ടീമിനെ കണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ എക്സ്പീരിയൻസ്? ഞാനാണ് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞത് CSK കൊണ്ടുവരുന്നുള്ളത്. CSK അത് കൊണ്ടുവന്നു. പക്ഷെ അതില് അടിപൊളിയാക്കി ഗംഭീരാക്കി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കുറെ ടീമിനെ കണ്ട്, കുറെ ആൾക്കാരെ കണ്ട്, കുറെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊട്ടും കണ്ട നമ്മളെ കുറെ ബോയ്സിനെ കണ്ട്. തന്നെയല്ലേ? ഓക്കെ, വേറെന്താ ബ്രോ? ഓക്കെ എല്ലാവരും ഫോളോ ഒക്കെ ചെയ്യണം. എടുത്തു പോട്ടെ. ശരി, കുറെ ടീമിനെ കണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ ഞാനാണ് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞത് CSK കൊണ്ടുവരുന്നുള്ളത്. CSK അത് കൊണ്ടുവന്നു. പക്ഷെ അതില് അടിപൊളിയാക്കി ഗംഭീരാക്കി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കുറെ ടീമിനെ കണ്ട്, കുറെ ആൾക്കാരെ കണ്ട്, കുറെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊട്ടും അങ്ങനെ ഡ്രമ്മൊക്കെ കയറ്റി നമ്മൾ പോവാണ്. നമ്മളെ വിവേക് ബ്രോന്റെ അടുത്ത് നമ്മൾ ബൈ പറയാൻ ടൈമായി. വിവേക് ബ്രോ, ഇന്നലെ കണ്ടതിൽ വളരെ സന്തോഷം. പരിപാടിക്ക് നമ്മളെ വിളിച്ചതിലും വളരെ സന്തോഷം. നമുക്ക് കാണാം, എവിടെയെങ്കിലും വെച്ച് കാണാം. ഇടയ്ക്ക് മെസ്സേജ് അയക്ക്. ഓക്കെ അജു ബ്രോ, നമ്മളെ പയ്യൻ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. നമുക്ക് നമ്മള് വീഡിയോസ് നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ മാത്രല്ല നമ്മുടെ നിന്റെ കമ്മിറ്റിക്കാർ കംപ്ലീറ്റ് അടിപൊളിയായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ? സൂപ്പറായിരുന്നു, അടിപൊളിയാക്കി. ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി കാണാം നമുക്ക്. അതെ, GSK അടിപൊളിയാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, നമുക്ക് അത്രയും കൂടുതൽ കമ്മിറ്റിക്കാരുടെ നമ്മൾ പോണതാ. നമ്മള് വെറുതെ പറയല്ല, നല്ല സപ്പോർട്ടായിരുന്നു കമ്മിറ്റിന്. പ്രത്യേകിച്ച് ചൂടാക്കല് തമ്പോൽ ടീമുകൾക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. നിങ്ങളെ സപ്പോർട്ട് മുഴുവൻ കിട്ടി. അടിപൊളി. അപ്പൊ ഇനി ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ മുന്നേട്ടാ. അപ്പം പരിപാടി കഴിഞ്ഞ് നമ്മൾ പോവല്ലേ? ഓക്കെ, പോയിട്ട് വരാട്ടോ മച്ചാനെ. ഓക്കെ ശരി. നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാ പയ്യന്മാരുണ്ട്. കുറച്ച് നേരം കഴിച്ചിട്ട് പോയി. ഞങ്ങൾ കഴിക്കുന്നേ ഉള്ളൂ. പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകാൻ. റൂമിലോട്ട് പോയിട്ടായിരിക്കും നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കഴിക്കുന്നേ ഉള്ളൂ. കൊപ്പമുള്ള കേട്ടോ സ്ഥലം. കൊപ്പത്ത് റെസ്റ്റോറൻറ്റിൽ കാണും നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ടയേർഡായി. അതുപോലെ ഇന്നലെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് എല്ലാവരും ക്ഷീണം കാരണം പെട്ടെന്ന് നേരത്തെ കിടന്ന് ഉറങ്ങി.
അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് 1-2 വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളാണ്. കാര്യം മൈക്കില്ല, പിന്നെ അതുപോലെ തന്നെ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാണും. പിന്നെ കുറേ ക്ലിപ്പുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം പ്രോഗ്രാം ടൈം ആകുമ്പോഴത്തേക്കിനും വീഡിയോ എടുക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ്. എന്നാലും മാക്സിമം ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊരു തരുന്ന സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ തിരിച്ചും വീഡിയോ ഇടുന്നതും നമുക്കൊരു ഇൻസ്പിറേഷനും എല്ലാം കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് മിണ്ടുന്നതും ഫോട്ടോ എടുക്കുന്നതും. ഇന്നലെ ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നിയത്. കാര്യം സാധാരണ പ്രോഗ്രാമിന് മുമ്പ് പിള്ളേരൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കും. എന്നാലും ഇന്നലെ അങ്ങനെ പ്രായം നോക്കില്ല, ആൻറ്റിമാരായാലും അമ്മമാരായാലും ചേട്ടന്മാർ പയ്യന്മാർ എല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ വന്നിട്ട് നമ്മൾ എന്ത് നേടിയെന്ന് ചോദിക്കുന്നിടത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ നേടിയത്. നമ്മളാ സ്നേഹം, അവർ നമുക്ക് തരുന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയത്. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇനിയും നമ്മൾ നന്നായിട്ട് ഇറക്കുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി അടിപൊളിയായിട്ട് തന്നെ ഇറക്കും. അടുത്ത സീസണിലും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. ഇനിയിപ്പോൾ അവസാന പരിപാടി എന്ന് പറയുന്നത് 28-29 ആണെന്ന് തോന്നുന്നു, കളിയാട്ട മഹോത്സവം എന്ന് പറയും. ഈ സൈഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഈ മലബാർ സൈഡിലുള്ള എല്ലാവർക്കും അറിയാം, അതോടെ ഒരു മഴയോട് തീരുന്ന ഒരു ഉത്സവമാണെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത വ്ളോഗ് അതിനായിരിക്കും ഇടുന്നത്. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നമ്മൾ ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെച്ചേക്കണം. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.